ലൈംഗിക പീഡന കേസിലെ അതിജീവിതയ്ക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ഭീഷണി സന്ദേശങ്ങൾ പുറത്തുവന്നു. തനിക്കെതിരെ നിന്നവർക്കും കുടുംബത്തിനുമെതിരെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുമെന്നാണ് രാഹുലിന്റെ ഭീഷണി. ഷിജോ കുര്യൻ തിരുവല്ലയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ഷിജോ. ഇപ്പോഴും ഇദ്ദേഹം ഭീഷണിയും വെല്ലുവിളിയൊക്കെ ആയിട്ട് തന്നെ ജീവിക്കുകയാണോ? പറയൂ വിവരങ്ങൾ. അതിജീവിതമാർക്ക് വലിയ തരത്തിലുള്ള ഭീഷണി സന്ദേശവും അവരെ അപായപ്പെടുത്തും, അവരെ കാണിച്ചു തരാം എന്നുള്ള രീതിയിലുള്ള മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എനിക്കൊന്നും സറണ്ടർ ചെയ്യാനില്ല, ഈ ബാക്കിയോടെ ഞാൻ കാണിച്ചു തരാം എന്നുള്ള രീതിയിലുള്ള മെസ്സേജുകളാണ് അയക്കുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തനിക്കെതിരെ നിന്നവർക്കും കുടുംബത്തിനുമെതിരെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുമെന്ന് പറയുന്നു. പേടിപ്പിക്കാൻ നീയെന്നല്ല, ലോകത്ത് ഒരു മനുഷ്യനും നോക്കേണ്ട, രാഹുൽ മാങ്കൂട്ടത്തിനെ പേടിപ്പിക്കാൻ അതിജീവിതയെ നോക്കണ്ട, വേറെ ആരും നോക്കേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു ഭീഷണി സന്ദേശമാണ് രാഹുൽ അയച്ചിരിക്കുന്നത്. കുറ്റസമ്മതം നടത്താൻ തന്നെയാണ് രാഹുലിന്റെ തീരുമാനം. അങ്ങനെ രാഹുൽ മാത്രം മോശമാകുന്ന പരിപാടി നടക്കില്ല. ഞാൻ എല്ലാത്തിന്റെയും എക്സ്ട്രീം കഴിഞ്ഞ് നിൽക്കുകയാണ്. ഒരു മാസം മുന്നേ ആയിരുന്നുവെങ്കിൽ ഇതൊക്കെ മൈൻഡ് ചെയ്യുമായിരുന്നു, ഇമേജ് തിരിച്ചു പിടിക്കാനൊന്നുമല്ല. പക്ഷേ അതൊക്കെ ഈ പറയുന്ന അതിജീവിത തോന്നൽ മാത്രമാണ്. ഇനി നീ ഒന്നും സറണ്ടർ ചെയ്യില്ല എന്ന തീരുമാനമുണ്ട്. നീ എന്ത് ചെയ്താലും അതിന്റെ ബാക്കി ഞാൻ ചെയ്യും, നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, ബട്ട് നീ താങ്ങില്ല. അതായത് അതിജീവിത എന്ത് ചെയ്താലും അതിന്റെ ബാക്കി അപ്പുറത്തേക്ക് ഞാൻ ചെയ്യും എന്നുള്ള ഒരു ഭീഷണി സന്ദേശമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ചിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം രാഹുൽ ജയിലിൽ പോകാനിടയായിട്ടുള്ള അതിജീവിതയ്ക്കാണ് ഈ മെസ്സേജുകൾ അയച്ചതെന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതമാരെ അങ്ങേയറ്റം ഭീഷണിപ്പെടുത്തുന്ന ഒരു സമീപനം ഇപ്പോഴും സ്വീകരിക്കുകയാണ്. ഇതിനകത്ത് രാഹുൽ ഒരു തെറ്റുകാരനുമല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു നിലപാട് പൊതുസമൂഹത്തിൽ സ്വീകരിക്കുകയും അതിനപ്പുറത്തേക്ക് ഈ അതിജീവിതമാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. നാട്ടിൽ വന്നാൽ കുറേയധികം ആളുകളുമായിട്ട് അതിജീവിതയുടെ വീട്ടിൽ വരും, അവിടെ വന്ന് കാണിച്ചു കൊടുക്കാം, രാഹുൽ ചെയ്യുന്നതൊക്കെ നീ താങ്ങില്ല, പക്ഷേ അതിജീവിതം എന്ത് ചെയ്താലും ഞാൻ താങ്ങും, ഇമേജ് തിരിച്ചു പിടിക്കാനൊന്നുമല്ല, അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നേരത്തെ ആകാമായിരുന്നു, ഇപ്പോൾ ബാക്കിയുള്ളവരെ കാണിച്ചു തരാം എന്നുള്ള ഒരു ഭീഷണിപ്പെടുത്തലാണ് രാഹുൽ ഇപ്പോൾ സ്വീകരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത്.